ഗൗരി എണീറ്റോ? അവളെ എണീറ്റു. അവക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. അവൻ വിളിച്ചായിരുന്നോ? ലീവിന്റെ കാര്യം വല്ലോ അറിഞ്ഞോ അവോ? ഉടനെ ലീവില്ലാന്നാ പറഞ്ഞത്. മോളെ എണീറ്റോ? കുഴപ്പമൊന്നുമില്ലല്ലോ? അമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാ മോള് പോയി കുളിച്ചിട്ട് വരാം, അമ്മ ചായ എടുത്ത് വെക്കാട്ടോ. ശരി അമ്മ, ഞാൻ ഇപ്പൊ തന്നെ വരാട്ടോ. അച്ഛൻ വിളിച്ചില്ലല്ലോ പൊന്നൂസേ? വിളിക്കേണ്ട സമയം കഴിഞ്ഞല്ലോ. അതാ പൊന്നൂസിന്റെ അച്ഛൻ വിളിക്കുന്നുണ്ടല്ലോ. ഏട്ടാ കൊഴപ്പൊന്നുമില്ല. ഉള്ളിൽ കിടക്കണ ആളേ നല്ല ചവിട്ടാ. എങ്ങനെ ചവിട്ടായിരിക്കും? നിങ്ങളുടെ അല്ലേ കൊച്ച്? എന്നാ വികൃതിയാന്നറിയോ? ഭക്ഷണമൊക്കെ കഴിച്ചു, കുഴപ്പമൊന്നുമില്ല. അമ്മയോ? അമ്മ അപ്പടെ ഉണ്ടെന്ന് തോന്നുന്നു. ഏട്ടാ ഭക്ഷണം കഴിച്ചോ? ശരി എന്നാ. ശരി ഏട്ടാ. അമ്മയുടെ കുറുമ്പാ, നീ ഇങ്ങനെ ചവിട്ടാതെ. നീ എന്നാ അമ്മയുടെ അടുത്തേക്ക് വരുന്നേ? നീ പുറത്തു വരുമ്പോ നിനക്ക് വേണ്ടി എന്തൊക്കെ സമ്മാനങ്ങളാ അമ്മ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയോ മോന്? ആരുടെ സ്വഭാവമാ എന്റെ പൊന്നോമനക്ക് കിട്ടുക? അച്ഛന്റെയോ അമ്മയുടെയോ? അമ്മയുടെ ഈ ചക്കരയ്ക്ക് വേണ്ടി അമ്മ കാത്തിരിക്കുവാണേ. ഞാൻ ഭക്ഷണം വിളമ്പിയിട്ടുണ്ട്. അതാ വരുന്നു അമ്മ. നീ എന്താ കഴിക്കാണ്ടിരിക്കണേ? നന്നായിട്ട് ഭക്ഷണം കഴിക്ക്. ഞാൻ കഴിക്കുന്നുണ്ട് അച്ഛാ. മോളെ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ. അച്ഛാ ഞാൻ കഴിക്കുന്നുണ്ട്. നിനക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ? ഇല്ല അച്ഛാ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. മോളെ മോളെ നീ ഇതുവരെ എണീറ്റില്ലേ? സമയം എത്രയെന്നാ വിചാരം? എന്താമേ, ഞാൻ ഉറങ്ങട്ടെ, ഞാൻ എണീറ്റോളാം. അതിനെങ്ങനെയാ രാത്രി മൊത്തം ഫോണില് സമയത്തിന് ഭക്ഷണം കഴിക്കത്തില്ല? മടുത്ത് വിളനെ കൊണ്ട്. ഞാൻ ഫുഡ് കഴിച്ചോളാം, ഞാൻ എണീക്കുമ്പോ കഴിച്ചോളാം. എനിക്കൊന്നും വേണ്ട, അമ്മയ്ക്ക് അറിയില്ല എനിക്ക് ഫുഡ് പറയുന്നത് ഇഷ്ടമല്ല. മോളെ അങ്ങനെ പറയല്ലേ മോളെ, ഈ സമയത്ത് അതൊക്കെ കഴിക്കണ്ടേ? എന്നാലല്ലേ പ്രസവിച്ച് കഴിഞ്ഞ് ശേഷം പാലൊക്കെ ഉണ്ടാവുള്ളൂ കുഞ്ഞിന് കൊടുക്കാനായിട്ട്. മോളെ കുറച്ചെങ്കിലും വന്ന് കഴിക്കും മോളെ. ഞാൻ ചായ വിളിച്ചപ്പോ എനിക്കിപ്പോ വിശക്കണമൊന്നുമില്ല. അച്ഛനില്ലേ അമ്മ? അച്ഛൻ എന്തോ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് നേരത്തെ പോയതാ മോളെ, രാവിലെ തന്നെ പോയി. ഗൗരി പ്രസവിച്ചു, പെൺകുട്ടിയാണ്. അമ്മയ്ക്ക് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. സിസ്റ്ററെ, അനീറ്റയുടെ കാര്യം എന്താ സിസ്റ്ററെ? അനീറ്റയുടെ കാര്യത്തിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അവർക്ക് സിസേറിയൻ ആണ് സാധ്യത.
അവൾക്ക് ഇതുവരെ പെയിന് വന്നിട്ടില്ല. ആ ശരി സിസ്റ്റർ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ സിസ്റ്റർ. അനീറ്റയ്ക്ക് സിസേറിയൻ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് സൈൻ ചെയ്തേരെ. ആ ഉടനെ തന്നെ മാറ്റും. അനീറ്റ പ്രസവിച്ചു, ആൺകുട്ടിയാണ് കേട്ടോ. അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. ആണോ സിസ്റ്ററെ? ആ நிறைமாத நிலவே வாவா நடை போடு மெதுவா மெதுவா அழகே உன் பாடு அறிவேனம்மா. ആ ഹലോ, ആടി ഞാൻ വരും. ആ പിന്നെ വരാണ്ട് കുഞ്ഞിനെ അമ്മയുടെ കൊടുത്തിട്ട് വരാം. ആ പാല് കൊടുക്കണേ. ഇപ്പൊ ഫോർമുല ഫീഡിങ് ഒക്കെയില്ല, അതൊക്കെ അമ്മ കൊടുത്തോളും. ആ ഞാൻ എന്തായാലും വരൂടി. ആ ഹാ ആ ആ ശരി, എന്നാ വരുമ്പോ കാണാം എന്നാ. ആ ശരി. ആ അമ്മയും മോളോട് കളിച്ചിരിക്കുകയാണോ? ആ ഞങ്ങളിവിടെ ചുമ്മാ കാറ്റോളാൻ വന്നതാ ചേച്ചി. നമ്മുടെ കൊച്ചു നല്ല മിടുക്കി കൊച്ചാ. ആ അനിറ്റയുടെ കൊച്ച എപ്പോഴും കരച്ചില്ല. ആ കൊച്ചിന് പാലൊന്നും കൊടുക്കുന്നില്ലെന്നാ തോന്നുന്നേ. ആ ചേച്ചി ഞാനും കേൾക്കാറുണ്ട് കരച്ചിൽ. ഏത് സമയം കൊച്ചു കരച്ചിലാണല്ലോ. ആ കൊച്ചിന് പാലൊന്നും കൊടുക്കുന്നില്ലെന്നാ തോന്നുന്നേ. പണ്ടേ ആ പെണ്ണിന് പാർട്ടി ക്ലബ്ബ് അങ്ങനെയൊക്കെയാ. ഇതിലിപ്പോ നമുക്ക് എന്ത് പറയാനാ ചേച്ചി? നമുക്ക് അവരോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്നാ മോളെ ഞാൻ അങ്ങോട്ട് പോവാ. ഇനി അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ഞാൻ വന്നത്. ആ ശരി ചേച്ചി, എന്നാ പിന്നെ കാണാം. ആ ചേച്ചിയെ. ആ മോളെ. ചേച്ചി എന്താ ഭയങ്കര പണിയില്ലാന്ന് തോന്നുന്നല്ലോ. രാവിലെ അമ്മയുടെയും മോന്റെയും പണി കഴിഞ്ഞ് ഇപ്പോഴാണ് വീടൊക്കെ അടിച്ചു വരാനായിട്ടൊന്നും സമയം കിട്ടിയില്ല. മോളെന്നെ വന്ന കാലത്ത് തന്നെ നിൽക്കുന്ന അങ്ങ് കേറിയിരിക്കുന്നേ. ആ ചേച്ചി, അമ്മയും കുഞ്ഞുമൊക്കെ എന്നെ എടുക്കുന്നു. സുഖമായിരിക്കണു. ഞാനേ മോൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ ചെയ്യാം. ആ കൂടെ അവളെ വിളിക്കുകയും ചെയ്യാം. ആ ചേച്ചി, എന്താണ് വിശേഷം? സുഖമായിരിക്കുന്നു. ചേച്ചി കൊച്ചിനെ കണ്ടില്ലായിരുന്നല്ലോ. കുഞ്ഞിന്റെ കുത്തിവെപ്പൊക്കെ എടുത്തായിരുന്നോ? കുഞ്ഞിന് ആകെപ്പാടെ ഒരു ക്ഷീണമാണല്ലോ. വെയിറ്റ് കുറവാന്ന് തോന്നുന്നല്ലോ. പാലൊന്നും കുടിക്കുന്നില്ലേ? ആ കുത്തിവെപ്പൊക്കെ എടുത്തായിരുന്നു ചേച്ചി. പിന്നെ പാല് കൂടി കുറച്ച് കുറവാ. കണ്ടിട്ട് കുഞ്ഞിന് നല്ല ക്ഷീണമുണ്ട്. പാലൊക്കെ നന്നായിട്ട് കുഞ്ഞിന് കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് കുഞ്ഞ് നല്ലപോലെ പാല് കുടിക്കേണ്ട പ്രായമാണ്. കുഞ്ഞിന് നന്നായിട്ട് പാല് കൊടുത്തില്ലെങ്കിൽ കുഞ്ഞിന് ഇൻഫെക്ഷനൊക്കെ വരും. പ്രതിരോധശേഷി കുറഞ്ഞിട്ട് ഇൻഫെക്ഷനൊക്കെ വരും. അതുപോലെ തന്നെ അമ്മമാരും ശ്രദ്ധിക്കണം കുറച്ച് കാര്യങ്ങളൊക്കെ. അമ്മമാർക്ക് കൂടുതലായിട്ട് പയർവർഗ്ഗങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കണം. പിന്നെ മുല കിട്ടുന്ന അമ്മമാർക്ക് കുറച്ച് പോഷകാഹാരങ്ങളൊക്കെ അംഗൻവാടിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അതപ്പം അമ്മയോട് പറഞ്ഞിട്ട് അതൊന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. എന്നാ ശരി മോളെ, ഞാൻ ഇറങ്ങുക കേട്ടോ. ആ ശരി ചേച്ചി. എന്നാ ശരി മോളെ, ഞാൻ പോട്ടെ കേട്ടോ. സുഖമായിട്ടിരിക്കും കേട്ടോ. ആ ശരി ചേച്ചി, എന്നാ പോയിട്ട് വരാം. അമ്മ ഞാൻ എന്നാലേ പോയിട്ട് വരാം. ഞാൻ പോയിട്ട് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. കുഞ്ഞിനെ നോക്കിയത് കേട്ടാ. നീ ഇങ്ങനെ പാർട്ടിക്ക് പോയാൽ എങ്ങനെയാ? കുഞ്ഞിന്റെ കാര്യമൊക്കെ ആരാ നോക്കുക? കുഞ്ഞ് കരയത്തില്ലേ? അപ്പൊ പാലൊക്കെ കൊടുക്കുന്നത് എങ്ങനെയാ? അമ്മ ഞാൻ എവിടെ സിമ്പിളാക്കി മേടിച്ചിട്ടുണ്ട്. കുഞ്ഞ് കരയാണെങ്കിൽ അതൊന്ന് ചൂടുവെള്ളത്തിൽ കലക്കി കൊടുത്തേ കേട്ടാ. ഞാൻ പോവാണേ, പോയിട്ട് വരാം. കുറച്ച് ലേറ്റ് ആവും കേട്ടാ. എന്തുവാണ് അച്ഛമ്മയുടെ ചുന്തരാ? അച്ഛമ്മയുടെ ചുന്തരോ, എന്തുവാ പരിപാടി? പാലൊക്കെ കുടിച്ചിണ്ടേ? ഇന്നിരുന്നാ മതിയോ? അയ്യോ അച്ഛമ്മ പാല് തരട്ടോ. കൊച്ചിന്റെ അമ്മ കൊച്ചിനെ ഇട്ടേച്ച് പോയോ? സാരില്ല കേട്ടോ. അച്ഛമ്മയില്ലേ? അച്ഛമ്മ പാല് തരാലോ കൊച്ചിന്.
പൊന്നു അച്ഛമ്മയുടെ പൊന്നു കരയണ്ടാ. അമ്മ ഇപ്പൊ വരും. അതിനെങ്ങനെയാ നിന്റെ അമ്മയ്ക്ക് നിന്നെ നോക്കാൻ സമയണ്ട. ഏത് നേരം ഓരോരോരോ തിരക്കാ. അച്ഛമ്മയുടെ സുന്ദരനെ ഇവിടെ കിടന്നേ ഉറങ്ങിക്കോട്ടാ. അച്ഛമ്മയുടെ കുഞ്ഞിന് നല്ല ചൂടുണ്ടല്ലോ. അപ്പൊ പാല് ശരിക്കും കുടിച്ചില്ലല്ലോ. ഞാനേ കുഞ്ഞിന്റെ അമ്മയെ വിളിച്ചു നോക്കട്ടെ കേട്ടോ. അപ്പ അമ്മ വരാറായോന്ന്. അമ്മ ഫോൺ എടുക്കണില്ലല്ലോ. അപ്പ അവളെയാണ് വിളിച്ചിട്ടും കിട്ടുന്നില്ല. കൊച്ചിനാണെ പണിയും കൂടി. ഇപ്പൊ എന്ത് ചെയ്യും എന്തോ. ആശുപത്രി പോണോ? ആ നീ വന്നോ? ഇത്ര നേരം നീ എവിടെ പോയി കിടക്കുവായിരുന്നോടി? കൊച്ചിനാണ് നല്ല പനിയുണ്ട്. പാലും കൊടുക്കില്ല. ഇങ്ങനെ നടന്നോളും. OP നമ്പർ 13 അനീറ്റ. ഇരിക്കും. എന്ത് പറ്റി? ഇന്ന് ഉച്ച മുതൽ കുഞ്ഞു ഒരേ കരച്ചിലായിരുന്നു ഡോക്ടർ. എന്നെ പറ്റിയെന്നറിയില്ല. നല്ല ചൂടുമുണ്ട്. സിസ്റ്റർ ബേബിയുടെ വെയിറ്റും ടെമ്പറേച്ചറും ചെക്ക് ചെയ്തിട്ട് വരും. ഓക്കെ ഡോക്ടർ. ഡോക്ടർ 2 kg weight 100 degree bari. ബേബിക്ക് ഫീവർ ഉണ്ട്. വെയിറ്റ് നല്ല കുറവാണ്. 2 കിലോ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ബേബിക്ക്. ഒരു 2.5-3 കിലോ എങ്കിലും ഈ ഒരു സമയത്ത് ബേബിക്ക് വെയിറ്റ് വേണം. പിന്നെ നിങ്ങൾ എങ്ങനെ പാലൊക്കെ കൊടുക്കുന്നുണ്ട്? കുടിക്കുന്നുണ്ടോ പാലൊക്കെ? കുട്ടി പാല് കുടിക്കുന്നത് കുറവാണ് ഡോക്ടർ. പാല് കുടിക്കല് കുറവാന്ന് പറയുമ്പോൾ ഒരു ദിവസം എത്ര ടൈംസ് ഫീഡ് ചെയ്യാറുണ്ട്? ഒരു ദിവസം 3 തവണയും കൊടുക്കാറുണ്ട് ഡോക്ടർ. 3 തവണ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബേബിക്ക് അത് സഫീഷ്യന്റ് ആയി വരില്ല. ബേബിക്ക് എപ്പോഴൊക്കെ ആവശ്യമാണോ അപ്പോഴൊക്കെ ഫീഡ് ചെയ്യണം. ബേബിക്ക് ഫീവർ ഉണ്ട്, പിന്നെ വെയിറ്റ് കുറവാണ്. ഇങ്ങനെ വെയിറ്റ് കുറവാണെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അത് ചിലപ്പോൾ ന്യൂമോണിയ ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പം അതിന് പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. എന്തായാലും ഇപ്പൊ ബേബിയുടെ കണ്ടീഷനിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്യാം. 2-3 ദിവസം ഇവിടെ ഒബ്സർവ് ചെയ്ത് നോക്കാം. സിസ്റ്ററുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ നോക്കും. അഡ്മിറ്റ് ആക്കിയല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ നിന്നോട് പാല് കൊടുക്കണമെന്ന്. ഇപ്പൊ എന്തായി? ഞാൻ എന്തായാലും വീട്ടിൽ പോവാ. അച്ഛനൊക്കെ ഉള്ളതല്ലേ വീട്ടില്. ആനയും ഇങ്ങോട്ട് വിടാട്ടോ. ഞാനേ ആനയും ഇങ്ങോട്ട് പറഞ്ഞു വിടാട്ടോ നിന്റെ കൂടെ നിൽക്കാനായിട്ട്. നീ എന്നെ ഒറ്റയ്ക്ക് നിൽക്കണ്ടല്ലേ? ഞാൻ എന്നാ പോയച്ചു വരാവേ. ഞാൻ നിന്നോട് എപ്പോഴും പറയുന്നതല്ലേ കുഞ്ഞിന് എപ്പോഴും പാല് കൊടുക്കണം എന്നുള്ളത്. ഇപ്പൊ കണ്ടില്ലേ കുഞ്ഞ് ഇത്രയും വീക്കായിരിക്കുന്നത്. ഞാനൊരു കേസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെ കുറിച്ചൊക്കെ കുറെ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കുഞ്ഞിന് പാല് കൊടുക്കണമെന്ന് പറഞ്ഞത്. എന്നിട്ട് നീ എന്താണെന്ന് ശ്രദ്ധിക്കാതിരുന്നത്? ഞാനാണെങ്കിൽ ചേച്ചി ആദ്യം പറഞ്ഞപ്പോൾ വലിയ കാര്യമൊന്നും ആക്കിയില്ല. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഇതിനെ കുറിച്ച് ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാൻ നോക്ക്. ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അതൊക്കെ കൂടുതൽ ഇനിയും ശ്രദ്ധിക്കാൻ നോക്കും. ആ ചേച്ചി ഇത് ഡോക്ടർ വരുന്നുണ്ട്. ഇപ്പൊ ബേബിക്ക് എങ്ങനെ ഉണ്ടായിട്ടാ? ഇപ്പൊ കുറവുണ്ടോ ഡോക്ടർ? ആദ്യത്തെ അത്ര കരച്ചിലൊന്നുമില്ല കുഞ്ഞ്. പിന്നെ ചൂട് കുറവുണ്ടെന്ന് തോന്നുന്നു. പാലൊക്കെ കുടിക്കുന്നുണ്ടോ ഇപ്പൊ? ആ പാല് കുടിക്കുന്നുണ്ട്. അപ്പൊ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. നമുക്കപ്പോ ഇന്ന് വൈകുന്നേരത്തേക്ക് ഡിസ്ചാർജ് ചെയ്യാം. ബേബിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഫീവർ ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അനീറ്റയ്ക്ക് ഇപ്പൊ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
അപ്പം എങ്ങനെയാണ് അനീറ്റ സാധാരണ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക? എങ്ങനെ പൊസിഷനൊക്കെ അറിയാവോ? ഇല്ല ഡോക്ടർ. അപ്പൊ അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒക്കെ സംഭവിക്കുന്നത്. അനീറ്റ, നമ്മളിപ്പം ബേബിക്ക് ഫീഡ് ചെയ്യുന്നത് ഒരു യൂഷ്വലി 3 വേസിലാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. ഒരു ക്രാഡിൽ പൊസിഷൻ, ക്രോസ് ക്രാഡിൽ പൊസിഷൻ, പിന്നെ ഫുട്ബോൾ പൊസിഷൻ. ഈ 3 വിധത്തിലാണ് നമ്മൾ ബേബിക്ക് ഫീഡ് ചെയ്യാറ്. അനീറ്റ, അപ്പം ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എങ്ങനെയാണ് ബേബിൻ്റെ ഫീഡിങ് പൊസിഷൻ. അപ്പോൾ ഇതൊരു ബേബി ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ നമുക്ക് യൂഷ്വലി 3 പൊസിഷൻസ് ആണ് ഉള്ളത് ബേബിക്ക് ഫീഡ് ചെയ്യാനായിട്ട്. ക്രാഡിൽ പൊസിഷൻ, ക്രോസ് ക്രാഡിൽ പൊസിഷൻ, പിന്നെ ഫുട്ബോൾ പൊസിഷൻ. ഫസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേബീനെ നമ്മുടെ ചെസ്റ്റിനോടും സ്റ്റൊമക്കിനോടും ഒന്ന് ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നമ്മുടെ താഴത്തെ ഒരു നമ്മൾ എപ്പോഴും ബേസ് സപ്പോർട്ട് ആയിരിക്കണം. ബേബിനെ എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്ത് പിടിക്കണം. നമ്മൾ സപ്പോർട്ട് ചെയ്ത് പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫീഡ് ചെയ്യണം. നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ബേബിയായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ബേബിയായിട്ട് എപ്പോഴും സംസാരിച്ചുകൊണ്ട് വേണം നമ്മൾ ഫീഡ് ചെയ്യാനായിട്ട്. സെക്കൻഡ് ക്രോസ് ക്രാഡിൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ ബേബീനെ ഇങ്ങനെ ഒന്ന് പിടിച്ച് ഇങ്ങനെ ഫീഡ് ചെയ്യും. ഹെഡ് ഇവിടെ ആയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഇവിടെ ഫീഡ് ചെയ്യും. ഇപ്പുറത്തെ സൈഡ് വേണമെങ്കിൽ നമുക്ക് ഇപ്പുറത്ത് നിന്ന് ഫീഡ് ചെയ്യാം. ഇത് കൂടുതലും നമ്മൾ ട്വിൻസിനാണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഫുട്ബോൾ പൊസിഷൻ. ഇനി ക്രോസ് ക്രാഡിൽ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേബീനെ ഇങ്ങനെ പൊസിഷൻ ചെയ്ത് നമ്മൾ ഇപ്പം ഈ സൈഡിൽ നിന്നാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബേബീനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തലയിലൊക്കെ ഒന്ന് തലോടി ബേബിനോട് ഒന്ന് ഇൻട്രാക്ട് ചെയ്തിട്ട് വേണം നമ്മൾ പാല് കൊടുക്കാൻ. ഇനി ഈ സൈഡിലാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നതെങ്കിൽ ബേബിനെ ഇങ്ങനെ പിടിച്ച് തലയിലൊക്കെ ഇങ്ങനെ തലോടി വർത്താനം പറഞ്ഞിട്ടൊക്കെ വേണം നമുക്ക് ബേബിക്ക് ഫീഡ് കൊടുക്കാൻ. അപ്പോൾ ഇതാണ് ക്രോസ് ക്രാഡിൽ. അപ്പോൾ അനീറ്റയ്ക്ക് ഇപ്പോൾ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് പാല് കൊടുക്കുന്നതിനൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫസ്റ്റ് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ പ്രിവെൻറ്റ്, നമ്മുടെ ശരീരത്തിൽ പല വിധ ഡേർട്സും ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണം. ബേബി ക്രൈ ചെയ്യുമ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും ബേബിക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോൾ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം. അത് അത്യാവശ്യമാണ്. പിന്നെ 6 മാസം വരെ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് അല്ലാണ്ട് വേറെ ഒരു ഫുഡോ അല്ലെങ്കിൽ വേറെ ഒരു പൊടിയോ കലക്കി കൊടുക്കാൻ പാടില്ല. അത് ഫോർമുല ഫീഡിങ് അത് തെറ്റിദ്ധാരണയാണ് അനീറ്റൻ്റെ. ഫോർമുല ഫീഡിങ് നമ്മൾ സാധാരണ കുറേ പേര് കൊടുക്കാറുണ്ട് സിറ്റുവേഷൻ കാരണം, പക്ഷെ അത് കൊടുക്കുന്നത് അത്ര നല്ലതല്ല. ബ്രസ്റ്റ് ഫീഡിങ് ആണ് എപ്പോഴും നല്ലത്. ബേബിയുടെ ഇമ്മ്യൂണിറ്റിക്ക് ആയാലും പിന്നെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആയാലും ബ്രസ്റ്റ് ഫീഡിങ് ആണ് എപ്പോഴും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇനി അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ബേബിക്ക് ഇനിയും ഫീവറായി ന്യൂമോണിയ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇനി ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ബേബി ഇപ്പോൾ നോർമലായി, ഏകദേശം ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വന്നു. അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരത്തേക്ക് ഡിസ്ചാർജ് എഴുതുവാണ്. അപ്പോൾ ഇനി ബേബിയുടെ കാര്യത്തിൽ നല്ലപോലെ ശ്രദ്ധിക്കണം. ഇനി കെയർലെസ് ആവരുത്. വീട്ടിൽ പോയി കഴിഞ്ഞാലും ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കണം. നിങ്ങളും ന്യൂട്രീഷ്യസ് ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കണം. ജങ്ക് ഫുഡ്സ് ഒക്കെ കുറച്ചൊക്കെ ഒഴിവാക്കണം. അപ്പോൾ സിസ്റ്ററുടെ ഡിസ്ചാർജ് ഒക്കെ നോക്കിയേരേ. അപ്പോൾ ശരി, ഓക്കെ, ബൈ. ഓക്കെ ഡോക്ടർ. അനീറ്റ, നിങ്ങൾ വന്നോ? ഇപ്പൊ കൊച്ചിന് എങ്ങനെയുണ്ട്? കുറവുണ്ടോ? എങ്ങനെയുണ്ട് ഇപ്പൊ കുറവുണ്ടടാ. എനിക്കാണെങ്കിൽ എൻ്റെ കൊച്ചിൻ്റെ കാര്യം കൊടുത്തിട്ട് സങ്കടം വരുന്നുണ്ട്. ഇപ്പൊ കുഴപ്പമില്ലടാ, ഇപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട്. ഞാൻ കാരണമാണ് എൻ്റെ കൊച്ചിന് ഇങ്ങനെ ഉണ്ടായത്. എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് എത്രത്തോളം ഉണ്ട് ഈ മുലപ്പാലിൻ്റെ ഒരു ഗുണം എന്നുള്ളത്. ഞാൻ വിചാരിച്ചു ഫോർമുല ഫീഡിങ് ഒക്കെ കൊടുത്താൽ മതിയെന്ന്. എന്തൊന്നും എൻ്റെ കൊച്ചിനാണ് വന്നത്. ഇനിയിപ്പോൾ ഞാൻ ശ്രദ്ധിക്കണം, അല്ലാണ്ട് ഇപ്പം എന്നാ ചെയ്യാം? ഇപ്പൊ എങ്ങനെയുണ്ട് കൊച്ചിന്? മാറിയോ നല്ലോണം? ഇനി ഞാൻ എൻ്റെ കൊച്ചിന് ഇങ്ങനെ വരാനുള്ള അവസരം ഉണ്ടാക്കൊന്നുമില്ല. ഇപ്പം എല്ലാം എനിക്ക് മനസ്സിലായി. അയ്യോ, കൊച്ചു അറിയണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ പോയിട്ട് വരട്ടെ എന്നാ. ശരി അനീറ്റ, ഞാനും കൂടെ ചെല്ലട്ടെ. കൊച്ചിനെ അവിടെ ഉറക്കി കിടത്തിട്ട് ഞാൻ വന്നതാ. ശരി എന്നാ. ഒരു ചിരിയിലേക്ക് നമ്മുടെ ലോകം ഒതുങ്ങിപ്പോകുന്ന നിമിഷങ്ങളുണ്ട്. ഓരോ അമ്മയുടെയും ലോകം തന്റെ കുഞ്ഞുങ്ങളിലാണ്. ആ കുഞ്ഞിന്റെ ചിരിയിലും കുറുമ്പിലും ഇണക്കത്തിലും പിണക്കത്തിലും അവൾ തന്റെ ലോകത്തെ മെനഞ്ഞെടുക്കുന്നു. എന്റെ സമയത്തെക്കാളും സൗന്ദര്യത്തെക്കാളും ബുദ്ധിമുട്ടുകളെക്കാളും എല്ലാത്തിലും വലുത് എനിക്ക് നീയാണ്. നിന്റെ ആരോഗ്യമാണ്. എല്ലാത്തിലും പ്രധാനം ഒരമ്മയുടെ കരുതലാണ്. കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി നോക്കാനും സംരക്ഷിക്കാനും അമ്മമാരെ പ്രാപ്തരാക്കുന്നതിനോടൊപ്പം കുഞ്ഞുങ്ങളുടെ ആരോഗ്യം ഉറപ്പാക്കാനും ഓരോ നിർദ്ദേശങ്ങളും നടപ്പാക്കുന്നതിലൂടെ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ.